ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് ഇതേപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല ഉള്ളിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മസാല എല്ലാം ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക്, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളൊന്ന് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നേരത്തെ എടുത്ത് വെച്ച നാരങ്ങയുടെ നീര്, തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. കാര്യം ഈ തൈരിൻ്റെയും നാരങ്ങാനീരിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്കിതിനകത്തുള്ളൂ. ഇതേപോലെ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇത് തലേന്ന് രാത്രിയിലൊക്കെ നമുക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെ ആയാലും നമുക്കൊരു 2-3 മണിക്കൂർ ചിക്കൻ ഇങ്ങനെ മസാല പുരട്ടി വെക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റുന്നത്. നല്ല വൃത്തിയായിട്ട് ചിക്കനിൽ വരഞ്ഞൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ നല്ലപോലെ മസാല തിരുമ്മി പിടിപ്പിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഫോയിലർ പേപ്പർ ഈ കാണുന്ന പോലെ ക്രോസ് ആയിട്ട് നമ്മൾ വിരിച്ചിട്ട് അതിനകത്ത് ചിക്കൻ വെച്ച് കൊടുത്ത് നല്ലപോലെ ഒട്ടും ലീക്കാവാത്തതിൻ്റെ ചൂടാവുമ്പോൾ ഇതിൻ്റെ വെള്ളം ലീക്കാവുമല്ലോ ചിക്കൻ്റെ, അതൊന്നും ലീക്കായി പുറത്തോട്ട് പോകാത്ത രീതിയിൽ വൃത്തിയായിട്ട് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തിട്ട് ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് ആവി കയറ്റണം. കാര്യം അല്ലാതെ നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ടൈം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വെന്തോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതേപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ആവി കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ ഇതങ്ങ് ഒരു 90% ഇതങ്ങ് വേവും. ഇതിന് ശേഷം നമുക്ക് ഈ ഫോയിലർ പേപ്പർ ഒന്ന് അഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതാകുമ്പോൾ നല്ല മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഫോയിലർ പേപ്പർ മടക്കിയെല്ലാം വെച്ചിട്ട് 230 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് കിട്ടും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.